ഇന്ന് ഇന്റെ പേരക്കുട്ടിന്റെ 40ആണ്. അതിന് മുടികളീശലിന് പോവുകയാണ് ഞങ്ങള്. മുടികളീശല് തുടങ്ങി. എടുത്തോളി താത്ത അങ്ങനെ ഡ്രസ് ഇട്ടാണ്ട് വന്നിക്കണേ. ഞാൻ കാട്ടി തരാം കേട്ടോ. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും എങ്ങനെയുണ്ട്. ഉമ്മാന്റെ സെലക്ഷൻ ആണ്. നോക്കിട്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും. സെറ്റല്ലേ? ഇന്ന് ഇന്റെ പേരക്കുട്ടിന്റെ 40ആണ്. അതിന് മുടികളീശലിന് പോവുകയാണ് ഞങ്ങള്. പേരക്കുട്ടി അറിയുമ്പോ ആര്? പേരക്കുട്ടി അറിയുമ്പോ പേരക്കുട്ടിന്റെ കുട്ടി ഷിഫിന്റെ, അതായത് ആപ്പാപ്പാന്റെ മകളെ കുട്ടി, മൂന്നാമത്തെ കുട്ടിന്റെ മുടികളീച്ചലാണ് ഗൈസ് ഇന്ന്. അപ്പൊ നമ്മളെല്ലാരും കൂടി രാവിലെ 7 തുടങ്ങുന്നതാണ്. അപ്പൊ അതിന് പോവുകയാണ്. ഇപ്പഴാണ് നമ്മൾ അറിഞ്ഞത്. ഒരു സമയം രാവിലെ ആക്കി. അപ്പൊ നമ്മള് വേഗം പോകാൻ വേണ്ടിട്ട് ഇറങ്ങാണ്. മോട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ താഴത്തേക്ക് പോയിക്കണോ, വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോയിക്കണ് ഗൈസ്. അതൊക്കെയാ മഞ്ഞൊക്കെയാ, എന്ത് മഞ്ഞാണ്. നല്ല മഞ്ഞുണ്ട്. ആ തോട്ടത്തിലൂടെ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മഞ്ഞുണ്ട്. ആൾക്കാരൊക്കെ അവിടെ റബ്ബറൊക്കെ വിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട്. നമുക്ക് ഇറങ്ങല്ലേ? എന്നാ വരി എല്ലാം എടുത്തിട്ടില്ലേ? പിന്നെ കൊണ്ടുപോയാൽ ശരി. നമ്മള് വേഗം ഇറങ്ങാൻ നോക്കട്ടെ അല്ലേ? എന്താ തണുക്കുണ്ടോ? കോറി പിടിച്ചെടുക്കണ്. മമ്മക്ക് തണുക്കുണ്ടോ? കൈ കോറി പിടിച്ചിട്ട് എന്നിട്ട് എനിക്ക് തണുക്കണമെന്നില്ലാന്ന്. ആകെ ഉറക്ക ക്ഷീണത്തിലാണ് കേട്ടോ. പടച്ചോനെ, ഇന്റെ ഒച്ചൊക്കെ ആകെ പോയിക്കണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ജലദോഷം തൊണ്ടവേദന അങ്ങനത്തെ ഇതൊക്കെയാണ്. കാലൊക്കെ മൊത്തം വേദനയാണ് ഗൈസ്. ആക്കണ മോട്ടറാക്കണ വണ്ടി അപ്പൊ തന്നെ സ്റ്റാർട്ടാക്കിയാണ്ട് ഇവിടെ കൊണ്ടുവന്നാണ്ട് വെച്ചിക്കണ്. അയ്യോ, വണ്ടിയിലാണ് ഗൈസ് നമ്മൾ പോകാൻ പോണത് അല്ലേ? അങ്ങനെ താത്താലോട്ടിന്റെ നാപ്പിന് നമുക്ക് വണ്ടി പോകാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ? അൽഹംദുലില്ലാ, ഹീറായില്ലേ? ആക്കണ ഗൈസ് മോട്ടപ്പത്തിന് വണ്ടിയൊക്കെ എടുത്താണ് ഇവിടെ സെറ്റായി നിന്നാണ്. രാവിലെ തന്നെ ആയത് മഞ്ഞാണെന്നോ? നല്ല മഞ്ഞ് തയ്ക്കണില്ലേ? എന്ത് മഴല്ല, മഞ്ഞ് തയ്ക്കിട്ട് തോട്ടത്ത് നല്ല മഞ്ഞാണ്. ഞാൻ കാട്ടി കൊടുത്തു. റോട്ടിൽ കണ്ണ് കാണില്ല ഗൈസ്. എത്ര മണിക്കാണ്? 7:15. ഇവിടെ നോക്കി മതി. ഒരു സ്വിച്ച് കണ്ടി അവിടെ നിക്കണ ഒരു സാധനം ഇവിടെ അമർത്തിയാണ് നിക്കാന്നിട്ട് വലിച്ചമ്മ. ടൈം ഇപ്പൊ എത്രയായി അറിയാം എനിക്ക്? 7:05. 7:15 10 കൂടി സ്റ്റാർട്ടാവുണ്ടോ? അപ്പൊ കുഴപ്പമില്ല. നോക്കിയാ മഞ്ഞിന്റെ നോക്കിയാ ആകെ നനഞ്ഞു ഒത്തിരിക്കണ്. അല്ലോ പോവാണ്. ഓക്കെ പോവല്ലമ്മ. ഓക്കെ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി നേരെ താത്താനോട് എത്തിയിട്ട് നമുക്ക് അവിടുന്ന് ബാക്കി എടുക്കാം. സൗണ്ടൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്താനായത്. അങ്ങനെ മുറ്റത്തെത്തി. അങ്ങനെ എല്ലാരും ഇവിടെ പുറത്തുണ്ട്. ഷംന കാക്കനവിടെ വീടെടുത്ത് എത്തിരിക്കണ്. എത്തി മമ്മ ഇറങ്ങിക്കോളി. കൊച്ചെത്തി. ശരി, അവിടെ ഇറങ്ങി. അപ്പത്തിന് ആണോ? എനിക്ക് തൊണ്ടവേനയും കഫൊക്കെ കിട്ടും. സൗണ്ട് പോയിന്റെ. നമ്മളെ വണ്ടിന്റെ പേരെന്താണ്? പറ. എങ്ങനത്തെ വണ്ടിയാണ്? കള്ളന്മാരെ വണ്ടിയില്ലേ? ഈ സോം പറയണത് കള്ളന്മാരെ വണ്ടിയാണ്. ഈ സമ്മന്റെ പണിയാണ് പഠിപ്പിച്ചു കൊടുത്ത്. എങ്ങനെ? അതെ. ഇല്ലടി, കുറച്ച്. ഞാൻ തന്നെ രാത്രി അല്ല ഇതോ വണ്ടിന്റെ പേരെന്താ? വേനാണ് ഗൈസ്.
എന്താ ചെയ്താണ്? ഓ എന്ത് പറയാനടി രാവിലെ തന്നെ പേരും തൊണ്ടവേദന ഇതൊക്കെ. നിങ്ങക്ക് അറിയില്ലേ? ഞങ്ങളെ പൊളിച്ചിട്ടല്ലേ അറിയുന്നത്. കാലിലാണിത് 6:45 നീപ്പിച്ചിട്ട് 7:15 പല്ല് വെച്ച് മാറ്റാൻ ഇറങ്ങി. അത് ശരി ആണോ? എന്താ തണുപ്പില്ലേ? രാവിലെ തന്നെ എൻജോയ് കോടെ മുറ്റത്ത്. അപ്പാ എന്താ വർത്താനം? നല്ല വർത്താനം അല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്, വെള്ളം കുടിച്ചാണ്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ പരിപാടി? എല്ലാരും തിരക്കിലാണ്. തോരണ്ട പണിയിലാണ്. നമുക്ക് എന്തായാലും അമ്മയെ ഇവിടെ പുറത്താണ്. വണ്ടിപ്പാച്ചിലാണ് കഴിച്ചു, വണ്ടിപ്പാച്ചിലാണ്. കുറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അളിയാക്ക വന്നു. അളിയാക്ക എവിടെയാണ് അളിയാക്ക? സമയം എത്രയുണ്ടോ? 8 മണിയായി. 8 മണി 8:15 കേറി. പിന്നെ ജംഷികാക്ക് എപ്പോഴാ വന്നേ? ഞാൻ കുറച്ചേരായി അല്ലേ? നേരത്തെ എത്തിക്കണേ കഴിച്ച്, എല്ലാരും നേരത്തെ എത്തിക്കണേ. എപ്പോഴാ പരിപാടി? എപ്പോഴും തുടങ്ങണേ? തുടങ്ങല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടി ഒന്നും അതെ. അത് മോണ്ടാ ബാ കേറ് തുടങ്ങ. മുടിയാളിച്ചിലുള്ളന്നല്ലേ, പുറത്തൊന്നല്ലല്ലോ ആണോ? ആ ഇവിടുന്നേരൊക്കെ കളയും കഴിച്ചു. ആ മുടി കളിച്ചിൽ പരിപാടി തുടങ്ങിയാണ്. ആൾക്കാരല്ലേ അവിടെ ഫോണും കളിച്ചിരിക്കാണ്. അവരുടെ മൊബൈലിൽ കളിച്ചു കുത്തിരിക്കാം അല്ലേ? വെള്ളം നനച്ചു കൊടുക്കാം. വെള്ളം എണ്ണേ വെള്ളം അളിയൊക്കെ മുടി കളിച്ചിൽ തുടങ്ങുകയാണ് ഗൈസ്. അപ്പാപ്പ ഗൈസ് അപ്പുറത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. താത്ത ഉണ്ട് അവിടെ ബാക്കില്. എല്ലാരും ഉണ്ട് ഇവിടെ. തുടങ്ങുകയാണ്. മുടി കളിച്ചിൽ തുടങ്ങി. കുടുംബത്തിൽ തന്നെ ജംഷിക്കാക്ക് ഉണ്ടായോണ്ട് പുറത്തുനിന്ന് ഒരാളെ ആവശ്യമല്ല. ഇല്ലല്ല കരയണ്ട വെറുതെ എന്തേലും കരുത് പറയണ്ടേ ഇല്ല അമ്മയെ. അപ്പാപ്പ അവിടെ നോക്കി കുത്തിരിക്കുന്നുണ്ട്. മുടി കളഞ്ഞോണ്ട് കുത്തിരിക്കാണ് ഇല്ലേ അമ്മമ്മ? മുടി കളയാണ്. ഉമ്മാക്കനോടെ സൈഡിലുണ്ട്. ഉമ്മാക്കോടെ എന്താ പരിപാടി? ഉമ്മ തിന്ന എന്തോ കായ് എന്തൊക്കെ പൊറുക്കി തിന്നാണ്. മുടി അതൊന്നും ഉമ്മാനെ ബാധിച്ച കാര്യമല്ലാന്ന്. പൊടി അവിടെ നിന്ന് ചെറിയ കുട്ടിയാണത്. ഇപ്പാണ്ടാക്കിട്ട് നാളെ താടിയാക്കിട്ട് ആരാണീ? ആ അമ്മായി താടി അടിച്ചെടുത്ത മുറിയാക്കി വെച്ചിക്കണ്. ഏത് നമ്പറൊക്കെ മാറ്റി നമ്പർ മാറ്റിക്കേ ഗൈസ്. ഇതാണ് അലിയാഖാന്റെ പുതിയ വണ്ടി. അലിയാഖാന്റെ താത്തന്റെ പുതിയ വണ്ടിയാണത്. ഗൈസ് ഇതാണ് അലിയാക്കടുത്ത പുതിയ സ്കൂട്ടർ ഗൈസ്. എങ്ങനെ നോക്കിട്ട് കമന്റ് ചെയ്യും എല്ലാരും. പുതിയ വണ്ടി എടുത്തു. ഇതൊക്കെ എത്രയോ തലകൾ ജംഷിയാക്കല്ല എല്ലാരും വെട്ടിക്കണേ. രണ്ടാമത്തട്ടോ കളഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ കൊണ്ടുവന്നു ജംഷികാക്കാനോട് തലയില്. വേറെ കാക്ക കളഞ്ഞിട്ട് വരുന്നില്ല. ഞാൻ പിന്നെ ജംഷികാക്കാൻ്റെ ഇറക്കി താഴെ കൊടുത്തിറക്കി. ഞാൻ ജംഷികാക്കാനോട് ആരെയും പണിക്കോവാൻ പറഞ്ഞേ? ആരാ? അങ്ങനത്തെ സ്റ്റോറി ഉണ്ട്. നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലേ? ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിന്. പണിക്ക് പോന്നില്ലേ? ബാർബർ പോയാൽ മതി. സ്കൂൾ ആന്നല്ലേ? കരഞ്ഞിട്ടില്ല ഭാഗ്യത്തിന്. ആ പാപ്പാക്കിനോട് നോക്കിട്ട് ഇത്രയുണ്ട്. അടുത്ത ആ പാപ്പാനുണ്ടഞ്ഞി ആണോ? പാപ്പാപ്പാന്റെ മുടി ഇട്ടുണ്ടെന്ന് ഗൈസ് പറഞ്ഞേ. കഴിഞ്ഞു. ഇത്രക്കും മുടി ഉണ്ടായിനി ഗൈസ്. ചെറുക്കൂട്ടാണ് പൗഡർ ഇടാണ്. വരുന്നുണ്ട്.
ഇല്ല കഴിഞ്ഞു പരിപാടി. പിന്നെ എന്താണ് പൈസ ഉള്ളവരൊക്കെ ആ മുടിക്ക് എത്ര തൂക്കാച്ചാ അത്രയും സ്വർണം അതേ പൈസ പാവപ്പെട്ടു. ആണോ അങ്ങനെ കണ്ടോ കുടുങ്ങിട്ട് ആ മുടി തൂക്കുക എത്ര തൂക്കണ്ട് വെച്ചാ അത്രയും സ്വർണ്ണോ അല്ലെങ്കിൽ പൈസ പാവപ്പെട്ടു. വേഗം കുടിക്കട്ടെ താത്ത. എന്നാ തരിട്ടോ ഞങ്ങൾക്ക് തരിയേ. ഇയാളെയാക്കാണ്ട് അറിഞ്ഞാണ് മാത്രം ബാക്കിയൊക്കെ കഴിഞ്ഞതാണല്ലേ. എടീ, എന്നാ അതിന് വേഗം കൊടുക്ക്. നമ്മൾ കയ്യിലുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പാലിനൊരു പോത്തുമുട്ടിനെ കഴിഞ്ഞു. അതെ ഇപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഒന്നുമില്ല, പോത്തിനും കൂടി വാങ്ങാനതില്ല അതിലെ. പോത്തിനെ വെട്ടിക്കണോ? ഇല്ലല്ലോ, നമ്മൾ ആരെയും ഒന്നും അപ്പൊ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലേ. 40 ആ ആൺകുട്ടികൾക്ക് 39 39 മുടി. വന്നിട്ട് അടച്ചല്ലേ? ഷെഫീക്ക് വന്നിട്ട് അടക്കാം, അതാക്കിയത് നല്ലത്. നമ്മളെ കൊണ്ട് പറ്റുമ്പോ ആടിനെ കടക്കാം. ഭയങ്കര ഏതേലും പെരുന്നാളെ അമ്മക്കൊക്കെ കൂടിയിട്ട് ഒരു പോത്തിനെ പള്ളികൾ കൊടുക്കണം. ഇൻഷാല്ലാ. ഞാൻ ഒരു ആടിനെ വാങ്ങാൻ വിചാരിച്ചു. ഒരു ആട്ടുമുട്ടിനെ വാങ്ങാൻ വളർത്തി വലുതായിട്ട് വന്നിട്ട് കുട്ടികളായിട്ട് കൊടുക്കുക. കുട്ടികളായിട്ടല്ല പള്ളിക്ക് കൊടുക്കുക. ഇനിയിപ്പോ അടുത്ത പെരുന്നാൾ പക്ഷെ വളർത്തി വലുതാക്കുമ്പോ നമുക്ക് കൊടുക്കാൻ തോന്നൂല, അറക്കാൻ കൊടുക്കാൻ തോന്നൂല. അതാണ് പെരുന്നാളല്ലേ, ചെറിയ പെരുന്നാൾ വരുന്നത്. എന്നാലേ വലുതാവുള്ളൂന്ന്. ഗൈസ് അവിടെ കുട്ടിനെ കുളിപ്പിച്ചോണ്ടിരിക്കാണ്. അങ്ങോട്ട് ഗൈസ് ഇവിടെ കുട്ടീനെ കുളിപ്പിച്ചോണ്ടിരിക്കാണ്. അങ്ങോട്ട് പോണില്ലല്ലേ. അങ്ങോട്ട് പോവാൻ പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അടുത്ത കോപ്പറേറ്റ് വരും. അടുത്ത കോപ്പി റൈറ്റിംഗ് പാടെ കിട്ടാൻ പറ്റില്ല. അതെ, അത് കുളിപ്പിച്ച് കഴിയട്ടെ എന്തായാലും. അതെ, ആദ്യം കണ്ടേ അക്കൗണ്ട് പോവും. ഗൈസ് നമ്മള് ഈ ചായ കുടിക്കൽ പരിപാടിയിലേക്ക് കടക്കാണല്ലേ അംശാക്ക? അല്ല പിന്നെ അയാൾക്ക് ഇരുന്നോളി. അമ്മയ്യേ ചെന്ന് ഇരുന്നോളി. അയ്യവാ, ഇവിടെ അതാക്കണ ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് കുട്ടപ്പനായാണ്ട് കുത്തിരുന്ന വള കിട്ടൂലേ ഗൈസ്? വള ഇട്ടു, ഇനിയിപ്പോ അങ്ങനെ തൊപ്പിടണേ. ആണോ? അപ്പൊ തലക്ക് പാകയില്ലേ? കാൽമക്ക് ഇട്ടല്ലേ. മമ്മ എന്നാ ചാടിച്ചണ്ടേ? എന്നാ ബേരി ആണോ? കുട്ടിക്ക് ഷോക്സ് ഇട്ടോണ്ടിരിക്കണം, അത് കാണുന്നതാണ്. ഉൾച്ചാടോ കാല് തണുക്കുണ്ട്. അവിടെ തന്നെ നല്ല തണുപ്പുണ്ടല്ലേ. ഇഷ്ടല്ല രാവിലെ കുളിച്ചൊന്നുമില്ലല്ലേ? കുളിച്ചുമ്പോ കാര്യമില്ല. സൂചി എത്തുമ്പോ മാത്രം കുമ്പോത്തിന് തുടങ്ങും. സൂചി മമ്മ പേര് ചായ കുടിക്കാൻ പേര്. നമ്മളെന്നാ ചായ കുടിക്കൽ പരിപാടി തുടങ്ങട്ടെ. മമ്മ ഇരിക്കി ഒരു ചെടിക്ക് ഇരുന്നാണ്. എന്നാ പേര് ഇരിക്കി അമ്മായി ഇരിക്കി. ആണോ? ആ പാപ്പാക്ക് എടുത്തെടുത്തിട്ടാ. എന്നാ ഇനി ഗൈസ് നമ്മളെന്നാ നേരെ ചായ കുടിക്കാൻ നോക്കട്ടെ അല്ലേ? ചായ അടിക്കല്ലടാ, നീ ചായ അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നോക്കല്ലേ. മമ്മ തിന്നോളിട്ടോ, എടുത്തോളി. രംശാക്ക് എടുത്ത് തന്നിട്ടോ. ഞാൻ അടിക്കട്ടെ. നമ്മളെ ചായ അടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതാക്കണേ രംശികാക്ക അപ്പാപ്പാന്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അവസാനം എടുപ്പ് എന്താ വെട്ടിയ? 4 ദിവസം മുമ്പോ? എത്ര? 2 ദിവസം മുമ്പ്. അത് ജംഷിയാക്കനല്ലേ വെട്ടിയേ? മമ്മ മുടി വെട്ടാണ് അപ്പാപ്പാന്റെ. ഞങ്ങളത് ഇപ്പൊ വെട്ടണ്ട, ഇന്റെ ഇപ്പൊ വെട്ടാൻ പറ്റൂല. അതിന് വിട്ടല്ലേ? അതിന് മുട്ട അടിച്ചല്ലേ? നമുക്ക് മുട്ട അടിച്ചട്ടല്ലോ കേട്ടോ, മൊത്തം മുട്ട അടിച്ചട്ടോ. അത് ശരി, അവിടുന്ന് വന്നിട്ടതാക്കല്ലേ. നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പാപ്പാന്റെ അവിടെ മുടി വെട്ടിയാണ്ട് ഏകദേശം കയ്യാനായി. മുടി വെട്ടിക്കൊണ്ടിരിക്കാണ്. രംശാക്ക ഞങ്ങളിന്ന് ഇറങ്ങിയാലോ? ഓക്കെ, ഞങ്ങള് പോയി. ഷംന പൊറുക്കിയാണ് പോവണ്ട്, ഓരോന്നിനെ പൊറുക്കി പോവണ്ട്. നമ്മള് പോവല്ലേ? നമ്മ പോവല്ലേ? ഇറങ്ങല്ലേ? അമ്മ ഇറങ്ങല്ലേ? ഓക്കെ. ഓല് നമുക്ക് വണ്ടി ഓട്ടാൻ അറിയില്ല. ഇനി ഇവർക്ക് എന്തെങ്കിലും തട്ടിയാ തട്ടി കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ശരിക്കും ഓട്ടിലടിച്ചിട്ട് ഇവരൊക്കെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കും. അതെ സെറ്റല്ലേ? ഓക്കെ, എന്നാ നമുക്ക് ഇറങ്ങല്ലേ? അമ്മയ്യേ താത്ത അമ്മയ്യേ ഞങ്ങൾ ഇറങ്ങി. ഓക്കെ ബൈ. എന്നാ മമ്മ വീണ്ടും ഡോർ തുറക്കാൻ പോവാണ്. പറഞ്ഞ ഇനി ഓർമ്മ ഉണ്ടാക്കട്ടെ. അടിപൊളി
അങ്ങനല്ല അതാക്ക് നോക്ക് നോട്ടെ അയിമ നെക്ക് ആ നെക്കങ്ങട്ടെ അങ്ങനെ ഇതാക്കല്ല നെക്കി പിടിച്ചിട്ടാണ് വലിച്ച് നല്ലോണം നെക്കി പിടി ആ സാധനത്തിന് നല്ലോണം നെക്കി പിടിച്ചാണി ഇമ്മമ്മ ഇത് സ്വിച്ചാണ് അയിമ നെക്കിപ്പൊടി ആ നെക്കണ്ട് നെക്കി ഇമ്മമ്മ തന്താവേരലോണ്ട് ഇതുമ്മ നെക്കിയാണ് പിടിച്ചെടുത്ത് ഇങ്ങോട്ട് 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 വലി ഐ പിടിച്ചത് മാറി ഇത്ര പണിയുള്ളൂ കേറി 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 കറ കൂട്ടുകാറ പോയി പഠിച്ചു വലുതായിട്ട് ചൊക്കെ എഞ്ചിനീയർ ആയി അല്ല എഞ്ചിനീയർ ആവും എഞ്ചിനീയർ ആക്കേണ്ടി വരില്ലേ കറ അപ്പൊ ഞമ്മക്ക് ഇറങ്ങല്ലടാ നോക്കണം ഗൈസ് നമ്മളിനി നേരെ ഇനി ഇറങ്ങാൻ നോക്കട്ടെ ഇനി നേരെ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞു തരാം ഇവിടുന്ന് ആദ്യം എന്തായാലും ഇറങ്ങട്ടെ പോലെന്നാ നമ്മൾ പോകുകയാണ് ഗൈസ് പോകുകയാണ് നേരെ പോയിട്ട് പോയി ഗൈസ് നമ്മൾ ഇറങ്ങാൻ നോക്കാം ഗൈസ് ഞങ്ങൾ എങ്ങനെ ആപ്പാപ്പാൻ്റെ അവിടുന്ന് പോകുന്നു നമ്മള് അവിടുന്ന് എന്താ പറയാ അതിന്റെ പേരെന്താണ് എന്താ പറയാ സ്വർണ്ണല്ല വെള്ളിയാണ് ഗൈസ് നമ്മൾ വാങ്ങാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് താത്ത എന്താ പറഞ്ഞത് താത്ത പറഞ്ഞു 40 വേണ്ട 60 ആക്കാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എഴുതി എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കാതെ മോശം വിചാരിച്ച് കുട്ടിക്ക് എന്തെങ്കിലും ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങലമ്മ അപ്പൊ എന്നിട്ട് പിന്നെ 60 ആവുമ്പോ ഗൈസ് നമുക്ക് ഞങ്ങൾ ഇന്നലെ വരെ വിചാരിച്ച എന്താണെയോ ഉമ്മ എന്താ പറഞ്ഞത് അരിക്ക് അതായത് ഗൈസ് വെള്ളി വാങ്ങിയിടാനാണ് വിചാരിച്ചത് ഇന്നലെ വരെ പക്ഷെ എനിക്ക് ഇന്ന് അവിടെ എത്തിയപ്പോഴാണ് താത്ത പറഞ്ഞത് ഇനിയിപ്പോ 60 ഇടാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത് നമ്മ ഡ്രസ് പിടിക്ക് ഇറങ്ങിക്കോ അതല്ല ഇന്നലെ പറഞ്ഞതിന് 9 മണി നമ്മളാ വരിക അപ്പൊ പെട്ടെന്ന് ജംഷാന് പണിയുണ്ട് അപ്പൊ രാവിലെ 7 ആകുമ്പോ മുടി കളയുന്നത് അപ്പൊ നമ്മള് വേഗം പൊയ്ക്കാണ് ഡ്രസ് ഒന്നും വാങ്ങാൻ നേരം കിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ വാങ്ങിയിട്ട് അവിടെ കൊടുത്തിട്ടാണ് ഞമ്മക്ക് അതെ ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് ഡ്രസ്സ് വാങ്ങിയിട്ട് വേണം നേരെ ആപ്പാപ്പാനോട് പോയി കൊടുത്തിട്ട് വേണം നമുക്ക് ഈ പരിയിൽ പോവാൻ എന്നാടെ ഇറങ്ങിക്കോ അമ്മ അതിക്കൂടെ ഇറങ്ങിക്കോ അവിടെ തുറക്കാനുള്ള അറിയില്ലേ നോക്കി ഇറങ്ങി റോഡാണ് ഇവിടെ ഹാൻഡ് ബ്രേക്കിലിട്ടാ ഓക്കെ നേരെ എന്തായാലും ഗൈസ് അതിനുള്ളിൽ കയറി പോട്ടെ ബാ ഇറങ്ങി നിർത്താൻ പറ്റുമോ വണ്ടി അതും പറയാൻ പറ്റൂല പോര് നമുക്കൊരു വണ്ടി ആയപ്പോ അല്ലേ സമ്മതം തെറ്റായി കയറിക്കോ എന്താ വെച്ചാൽ വാങ്ങിക്കോളി ഇവിടെ ബാക്കിക്കല്ലേ ഇത് എപ്പോഴും ഈ ബാക്കിൽ കളിക്കണം എന്താ മനസ്സിലായില്ല ആളുണ്ടാവും വിളിച്ചോളി നീട്ടിയാണ് വിളിച്ചോളി ആളില്ലേ ഉണ്ട് അല്ല അതിപ്പോ ആരത് ഗൈസ് ഇത് നമ്മളെ ആളെന്നെയാണ് ഇതർത്താനോ സുഖം നാപ്പിക്കില്ലേ നാപ്പി അങ്ങനത്തെ എടുത്തോളി എന്തായാലും ഡ്രസ് നോക്കട്ടെ ഇതെന്താ വണ്ടി തിരിച്ചിട്ടേ അല്ലെങ്കിൽ തിരിച്ചാൽ ഞാൻ എവിടെ പോയി തിരിച്ചാണ് അത് ഇവിടുന്ന് ഒറ്റടിക്ക് തിരിവിടാ കിട്ടും ആണോ എന്നാ ഈ തിരിച്ചു വാ ഞങ്ങളപ്പത്തിനും ഗൈസ് അല്ല വണ്ടി ഓട്ടാനറിയില്ല അതാണേ ഒരു കമ്മാട്ടത്തിൽ എടുത്താണ് പോന്നിക്കാണ് ഗൈസ് ഞങ്ങൾ എന്തായാലും ആ കുട്ടിക്കുള്ള ഡ്രസ്സ് നോക്കട്ടെ നോക്കിയിട്ട് എടുക്കട്ടെ എന്തായാലും അല്ലേ മാമ നോക്കിയിട്ട് എടുക്കല്ലേ മാമ പെൺകുട്ടിയാ ആൺകുട്ടിയാണത് ആൺകുട്ടിയാണ് ഇത് രസമുണ്ടല്ലേ നിര കളസില്ല രസമുണ്ടല്ലേ രസമുണ്ട് മാറ്റി അതപ്പോ നോക്കിയത് ഒന്ന് ഇതങ്ങോട്ട് മാറ്റിയാണ് നോക്കി വെച്ചാണ് നമ്മള് നേരത്തെ കണ്ടേ അമ്മ ഏതാ നോക്കി അല്ല അതോ നോക്കിയ നമ്മള് നോക്കണ തിരിച്ചല്ലേ എടാ അതില് നോക്കടാ ഏതാ നോക്ക് ഡ്രസ് അത് നോക്ക് ആ സാധനം നോക്ക് അതിപ്പോ ഒന്ന് നോക്കി വെച്ചതാണ് നല്ല സെറ്റ് എടുത്തോളി
ഏതാക്കണം അമ്മ? ഇത് രണ്ടു ഒക്കെ അല്ലേ? ആയിക്കോളേ. ഓക്കെ. ഒരു ചുരിദാറ് അതേതാ അതേതാ അതേത് നോക്കിയില്ല? ആർക്കാ? ആർക്ക്? താത്താക്കോ? അങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി മമ്മ വാങ്ങിയില്ലേ? ഡ്രസ്സൊക്കെ വാങ്ങി. ആർക്കൊക്കെ വാങ്ങിയത്? താത്താക്കും കുട്ടിക്കും അല്ലേ? നീ വാങ്ങിയുടെ നേരെ നീ കൊണ്ടേ കൊടുക്കല്ലേ? നടന്നോളി. എന്നാ കേറിക്കോളി, വണ്ടി കേറിക്കോളി. ആ അത് ഞാൻ പിന്നെ വന്നോണ്ട് എനിക്ക് വെജല്ലോ. അപ്പം ഹോസ്പിറ്റലിൽ കാട്ടണുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം ഒന്ന് കാട്ടിക്കൊണ്ട് ഇപ്പൊ തെരക്കിന്റെ അടുത്ത് നടക്കൂലല്ലോ. കേറിക്കോളി കേറിക്കോളി കേറി എൻ്റെ ഉള്ളിൽ കുത്തിരുന്നോളി. നേരെ അവിടെ താത്താൻ്റെ അടുത്ത് പോയാണ്ട് അവിടെ കൊടുത്തിട്ട് നമുക്ക് പെരി പോകണം ഇല്ലടാ? പോയാൽ അതിനുള്ളിൽ കുത്തിരിക്കുക. ഗൈസ് ഞങ്ങളങ്ങനെ അവിടെ ആപ്പാപ്പാനോട് എത്തി. Come on. Come on, come on. എവിടെ എന്താ പരിപാടി? എപ്പോഴാന്നേ? ശരി. അവിടെ അങ്ങനെ കുട്ടിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. എന്നാ അത് പിടിച്ചാണ്. ഇപ്പൊ പോയി വാങ്ങിക്കണം. ചുരിദാറ് അതെ ഒന്ന് പറയാമായിരുന്നു. ഇങ്ങനെയാണെന്നല്ലേ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞല്ലേ? എന്റെ കുട്ടിക്ക് വാങ്ങാൻ ഉണ്ടായിട്ട് പറ്റില്ല. അങ്ങനൊന്നല്ലേ അമ്മ നോക്കിയാണ് എടുത്താ. കുട്ടിന്റെ 2 വാങ്ങിക്കണോ? ഒന്നുകൂടി വണ്ടി എടുത്ത് പോണോ കണ്ടു. ആ സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. അതെ 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 അതൊക്കെ ഞങ്ങള് പെണ്ണെട്ടുമ്പോ മനസ്സിലായോ? അതൊക്കെ തിരിച്ചാണ്. ആ അങ്ങനൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും ഇടാം. അത് വലുതായിട്ട് ഇടാം. ആ അത് ഇടാം അല്ലേ മമ്മ? സെറ്റല്ലേ? താത്ത ഡ്രസ് ഇട്ടോളി. ഗൈസ് ഓനെന്തായാലും ഇനി ഡ്രസ്സ് മാറട്ടെ. ഗൈസ് നേരെ പെരി പോണ്ടേ? ഇനി കഴിച്ച് നമ്മൾ നേരെ പെരി പോകും. നമ്മളെ വണ്ടി നിക്കണില്ല. നമ്മളെ വണ്ടി കഴിച്ച് നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് സെറ്റപ്പ് ആക്കി ഇറക്കണുണ്ട്. അപ്പോൾ ഒരാഴ്ചയും പാടെ നമ്മളെ കയ്യിൽ വണ്ടി ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ ഫുൾ പണിക്ക് കൊടുക്കാണ്. ഇനി വരുമ്പോ ഗൈസ് വണ്ടി ഒരു പുതിയൊരു വണ്ടി വാങ്ങിക്കാൻ. അതെ മൊത്തം സെറ്റപ്പ് ആക്കി എടുക്കണം അല്ലേ? ഇതൊക്കെ സെറ്റ് ആക്കി എടുക്കണം വണ്ടി. ഇൻഷാ അല്ലാ പെട്ടെന്ന് ശരിയാവട്ടെ. വണ്ടി കഴിച്ച് ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. ഓടിച്ചാൽ പഠിച്ചപ്പോ സുഖമുണ്ട്. നല്ല വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഓട്ടാനൊന്നും വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല ഗൈസ്. നല്ല അടിപൊളി ഇതൊക്കെ തന്നെയാണ്. നമ്മൾ നന്നാക്കി എടുത്തോണ്ടാണ്. അതാണ് ഇൻഷാ അല്ലാ സെറ്റ് ആക്കണം. താത്ത അങ്ങനെ ഡ്രസ് ഇട്ടാണ്ട് വന്നിക്കണേ. ഞാൻ കാട്ടി തരട്ടോ എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമന്റ് ഇടി. ആ ഷാളൊന്ന് സൈഡിക്ക് മാറ്റിക്കാണി. സൈഡിക്ക് ഇതാക്കി. ഈ വാ എന്താ രസം ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ്. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും എങ്ങനെയുണ്ടെന്ന്. ഉമ്മാന്റെ സെലക്ഷൻ ആണ്. നോക്കിട്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും. സെറ്റ് അല്ലേ? ചുരിദാറായില്ലേ കൊണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് അല്ലേ? താത്ത ഷംനക്കല്ലേ? ആ അതോ അങ്ങനെ എന്നാ നമ്മൾ ഇറങ്ങല്ലേ? എടാ ഗൈസ് അതെ അതെ ആ ഗൈസ് ഞങ്ങള് ഇറങ്ങാൻ നോക്കട്ടെ ഗൈസ്. ഷംന പോയി. പൂച്ചക്ക് കൊടുക്കാനുള്ള കോഴി വേസ്റ്റ്. ഓക്കെ ഗൈസ് നമ്മളിനി തിരിച്ച് പെരേക്ക് പോവാൻ നോക്കട്ടെ ഗൈസ്. എന്റെ സൗണ്ട് ഒക്കെ പോയിക്കണേ. ഞാൻ പറ്റടിച്ച് പോയിക്കണേ ഗൈസ്. ആകെ ക്ഷീണുണ്ട്. ഞാൻ ആകെ കറുത്ത് കരിമുട്ടി ആയിക്കണം. കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കറുത്തു എന്നൊക്കെ ഗൈസ്. ഇതുകൊണ്ട് അല്ലേ കേറി നേരെ പെരി പോട്ടെ. ഇങ്ങോട്ടൊരു വരവില്ല. ഇത് കേറി ആ നേരെ കറക്കി അങ്ങോട്ട് പോവാ. അമർത്തി അടയ്ക്കുമ്പോ ഇല്ല അമർത്തി അടയ്ക്കും. ഓക്കെ വേറിട്ടേ
ഓക്കെ ഡോറടക്കാൻ നമ്മള് പഠിപ്പിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് പണ്ട് വണ്ടി ഉണ്ടായിഞ്ഞോ? അത് ശരി നമ്മളിത് കൂടെ ഇങ്ങനെ കറങ്ങിയിട്ടാണ് പോകാൻ പോണത്. പോട്ടെ അല്ലേ. നമ്മളിവിടെ പെരിയിലൊന്നെത്തി. ഇമ്മയാണെന്നുണ്ടെങ്കിൽ അപ്പത്തിനാക്കണം അവിടുന്ന് കൊണ്ടുവന്ന ചിക്കൻ്റെ എല്ലും മുള്ളും പിന്നെ വേസ്റ്റൊക്കെ എടുത്താണ്ട് പൂച്ചാക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഉമ്മമാക്കണ അടുക്കളയിൽ കയറി എല്ലാവരും ഓരോരോ പണിയിലാണ് ഗൈസ്. നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ എത്തിയാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അതിലെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. ഓനവിടെ അപ്പത്തിൻ്റെ സൈഡ് അയക്കണേ ഇല്ലടാ. ഓക്കെ ഓക്കെ ബൈ 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 ബൈ. എന്നാ അമ്മ എന്നാ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും മാമ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ ബൈ ഗൈസ്.